അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, ദയവ് ചെയ്ത്. കാരണം ഒരുപാട് ഗൗരവമുള്ള, ഒരുപാട് ചിന്തിക്കേണ്ട ഒരു വീഡിയോയും കൂടിയാണ്. ഗിവ് അവേ പോലത്തത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ പല വീഡിയോകളും ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ് ഞങ്ങളൊക്കെ. എന്നാൽ അതിനേക്കാളും ശ്രദ്ധ കൊടുക്കേണ്ട, അങ്ങോട്ട് കണ്ണ് ചായ്ക്കേണ്ട ഒരു വീഡിയോയും കൂടിയാണ് ഈ വീഡിയോ. ഞാനൊരു ഫോട്ടോ നിങ്ങളിലേക്ക് കാണിക്കാം. ഈ കാണുന്ന ഫോട്ടോയിലുള്ള കുട്ടി ഏതോ രോഗം വന്നുകൊണ്ട് ഇത്തരത്തിലുള്ളതായ അവസ്ഥയിലേക്ക് എത്തിയ കുട്ടിയല്ല. പക്ഷേ പലസ്തീനിയുടെ തിന്നാനൊന്നും കിട്ടാതെ പട്ടിണിയായി ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എടുത്തു കാണുന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥയാണ് കുട്ടികളിലുള്ളത്. എന്നൊരു കുട്ടിയുടെ ഫോട്ടോയും കൂടി ഞാൻ കാണിക്കാം നിങ്ങളിലേക്ക്. ഹിന്ദ് റജിയ എന്നറിയപ്പെടുന്ന ഒരു കുട്ടിയാണ്. വെറും 5 വയസ്സുള്ള ഈ കുട്ടിയുടെ ശരീരത്തിൽ കയറിയത് 300ഓളം ബുള്ളറ്റുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്നും അറിയാത്ത ഒരു ഭീകരവാദവും ഒരു വർഗീയതയും അറിയാത്ത പിഞ്ചു പൈതലുകളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലികളുടെ മുമ്പിൽ ഞങ്ങൾക്ക് അല്ലാഹുവിനോട് പറയാനുള്ളത് ഞാനും മുഅ്മിനാണ്, ഞാനും മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണെന്നുള്ള ആ ഒരു വിചാരത്തോടുകൂടി ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ളതായ സംഭവങ്ങൾ നടക്കുമ്പോൾ ഫലസ്തീനിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും അറിയാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പല കുപ്രായങ്ങളും പല അനാചാരങ്ങളും ചെയ്യുകയാണ്. പക്ഷേ ഞങ്ങൾ ചിന്തിക്കേണ്ടത് അവർക്ക് വേണ്ടിയുള്ള ആ ഒരു തേങ്ങളും അവർക്ക് വേണ്ടിയുള്ള ഒരു ഖേദവും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ തന്നെ ജീവൻ ഇന്ന് വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിലുണ്ട്. പക്ഷേ എപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപിരിയുന്നതെന്നറിയാത്ത, ഒരു ഉറപ്പുമില്ലാത്ത ആ ഒരു പ്രദേശത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റുകൾ നിഷേധിക്കുക. ഒന്നുകിൽ ക്യാഷായി അങ്ങോട്ട് സഹായം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫുഡ് സഹായം ചെയ്യാൻ പറ്റും. അതൊക്കെ അതിൻ്റെ വഴികളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ നിഷേധിക്കുക. അതെടുക്കാൻ പാടില്ല. കൊക്കോകോല പോലത്തത് ഇന്ന് അവരുടെ ഇസ്രായേൽ രാജ്യത്ത് തന്നെ വിൽക്കപ്പെടുന്നത് ഒരു വർഷത്തിൽ 2 ബില്യൺ ആണ്. പക്ഷേ വേൾഡ് ലെവലിൽ ഇന്ന് ഗ്ലോബലിൽ വിൽക്കപ്പെടുന്നത് 45 ബില്യണാണ്. ചിന്തിക്കുക. അതേപോലെ പെപ്സി പോലത്തത് അവരുടെ രാജ്യത്തിൽ വിൽക്കപ്പെടുന്നത് 1 ബില്യണാണ്, 1%. പക്ഷേ ഇതര ഗ്ലോബലായി വിൽക്കപ്പെടുന്നത് 95 ബില്യണാണ് വിൽക്കപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളെടുക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും അവർക്ക് സഹായമായി ആ പിഞ്ചുങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി താണ്ഡവമാടുന്ന, അവർക്ക് വേണ്ടി ഒരു കരുണവുമില്ലാത്ത, ഒരു മനുഷ്യത്വവുമില്ലാത്ത അത്തരത്തിലുള്ളതായ ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഇത്തരത്തിലുള്ളതായ പ്രൊഡക്റ്റുകൾ മേടിച്ചുകൊണ്ട് ഞങ്ങൾ എന്താക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യം കൂടിയാണ്. അതുകൊണ്ട് അനാചാരം കുറക്കുക, ചിന്ത അധികരിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ കിട്ടുന്ന, അള്ളാഹുവിൻ്റെ ദുനിയാവിൽ നടക്കുന്ന സംഭവങ്ങൾ ഓരോന്നും ഞങ്ങൾക്ക് പാഠമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കൾ ആ സ്ഥാനത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്ര വേദനിക്കുമായിരുന്നു, ഞങ്ങളുടെ അവസ്ഥ എന്തായിരുമായിരുന്നു. അതേപോലെ തന്നെയാണ് അത്തരത്തിലുള്ളതായ കുഞ്ഞുങ്ങളും മനുഷ്യന്മാർ. അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ദുആ ചെയ്യുമ്പോൾ ഒരിക്കലും മറക്കരുത്, ഫലസ്തീനിൻ്റെ ആ മക്കളെയും ജനതയും മറന്നു പോകരുത്. ദുആയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോകരുത്. ഒരു ദുആ അവർക്ക് വേണ്ടി ഞങ്ങൾ ദ്വാരക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല ഫലസ്തീനിൻ്റെ ആ ജനതയെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒന്നും അറിയാത്ത ആ കുഞ്ഞുങ്ങളെ
കൊന്നൊടുക്കുന്ന ഇസ്രായേലിൻ്റെ രാക്ഷസന്മാർ അള്ളാഹു താല അവർ നശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു